വയനാട് മുണ്ടക്കയിൽ രാവിലെയോടുകൂടി രക്ഷാദൗത്യം പുനരാരംഭിക്കും. ചൂരയിൽ മലയിൽ നിന്നും മുണ്ടക്കയിലേക്ക് കടക്കാനുള്ള ബെയിലി പാലം സൈനികർ സജ്ജമാക്കി കഴിഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായി 3 ദിവസങ്ങളിലായി 299 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതേസമയം ശക്തമായ മഴ പ്രദേശത്ത് തുടരുന്നതും രക്ഷാദൗത്യത്തെ വെല്ലുവിളിയായി ബാധിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ തെരച്ചിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അവസാനിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്ന അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ നമുക്കറിയാം സൈന്യം രാപ്പകലില്ലാതെയാണ് ബെയിലി പാലം നിർമ്മിച്ചെടുത്തത്. ഇതോടെ ചൂരൽ മലയിൽ നിന്നും വാഹനങ്ങളടക്കം മുണ്ടക്കൈ പ്രദേശത്തേക്ക് ഉടൻ തന്നെ എത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി ഈ ഒരു രക്ഷാദൗത്യം പുനരാരംഭിക്കുമ്പോൾ കൂടുതൽ സജ്ജീകരണങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിച്ച് രക്ഷാപ്രവർത്തനം അതിവേഗം സാധ്യമാക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ ഉണ്ടാവുക? തീർച്ചയായും മഴ ഇടയ്ക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മഴ നാളെ പെയ്തെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് പരമാവധി ആളുകളെ പുറത്തെടുക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനമാകും നാളെ നടക്കുക. എന്തായാലും അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു മഴ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ അതിൽ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് ഈ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ ഒരുപാടുണ്ട് എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ പ്രദേശത്തു നിന്നും കാണാതായിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ കണ്ടെത്തുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ജീവനുള്ള ഒരാൾ പോലും ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഈ രക്ഷാസംഘം എത്തിയിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായി അവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയതിനു ശേഷം മാത്രമേ ഈ ദൗത്യത്തിൽ നിന്നും പിൻവാങ്ങൂ എന്ന് ഇന്ന് സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നാളത്തെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വിലങ്ങുതടിയായി നിൽക്കുന്നത്, വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് മഴ തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയും മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊന്നാകെ ഈ മഴ പെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുഴയിലെ ഒഴുക്ക് അത് കൂടി വന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. അതോടൊപ്പം തന്നെ പാലത്തിനടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇടവിട്ട മഴ പെയ്തിരുന്നു. പക്ഷെ മഴയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വരും മണിക്കൂറുകളിലും തുടരാൻ തന്നെ ആണ് തീരുമാനം. എന്തായാലും പരമാവധി ആളുകളെ പുറത്തെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബെയിലി പാലം കൃത്യമായി നിർമ്മിച്ചതോടുകൂടി വലിയ വാഹനങ്ങൾ മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്തിക്കാനാകുമെന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമുക്കറിയാം ഇപ്പോൾ തന്നെയാണ് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ യന്ത്രങ്ങൾ, വലിയ വാഹനങ്ങളൊക്കെ തന്നെ അവിടേക്ക് എത്തിച്ച് പരമാവധി ആളുകളെ, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നടപടിയിലേക്കൊക്കെ തന്നെ പോയിരിക്കുന്നു. എന്തായാലും സമാനതകളില്ലാത്ത, അല്ലെങ്കിൽ ഒരായുസിൽ നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ ജനത ഒന്നാകെ. അവർക്ക് കൈത്താങ്ങായിക്കൊണ്ട് സൈന്യം ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇവർക്ക് കൈത്താങ്ങായി, കരുതലായി എല്ലാം തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും തെരച്ചിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിനനുസരിച്ചുള്ള കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രദേശത്തിന്റെ ഒരു അതിജീവനം എന്നതാണ്. കാരണം ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. വയനാട്ടിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു
സ്ഥലം കൂടിയായിരുന്നു ഈ പ്രദേശം ഒന്നാകെ. പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു പ്രദേശം, തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം, ഗ്രാമത്തിന്റെ എല്ലാ നന്മകളും വിശുദ്ധിയും എല്ലാം തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ ഇന്നത്തെ അവസ്ഥ ആര് കണ്ടാലും അത് ഒരു വലിയ ഞെട്ടലായി തന്നെ ഉണ്ടാകുന്നു. അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയുടെ സംഹാര താണ്ഡവം എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്കുകളില്ല. പ്രകൃതിയുടെ ആ ക്രൂരതയ്ക്ക് മുന്നിൽ ഒരു ജനത ഒന്നാകെ പകച്ചു നിൽക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വശത്ത് സ്വന്തം ഉറ്റവരെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, കൺമുന്നിൽ നിന്നും തന്റെ ഉറ്റവർ പോകുന്ന ആ വലിയ ആഘാതം താങ്ങാനാകാതെ കണ്ണീരോടെ എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നിറഞ്ഞതാണ് ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പ്. അതോടൊപ്പം തന്നെ മറ്റു ചിലരാകട്ടെ ആയുഷിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മലവെള്ളം, ഉരുൾപൊട്ടലെല്ലാം തന്നെ കവർന്നുകൊണ്ട് കിടക്കാനോ ഇരിക്കാനോ ഒരു സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്ന, ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ട് സ്ഥലം ഒന്നാകെ ഇല്ലാതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ ഒന്നാകെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ സർവ്വതും തകർന്ന ഒരു മേഖലയായി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്, സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൊന്നായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. എന്തായാലും ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോൾ പോലും നമുക്ക് എത്രയെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അത്രത്തോളം വലിയ ഒരു ദുരന്തം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും 300ലേക്ക് അല്ലെങ്കിൽ 300ന് അടുത്തേക്ക് ഈ മരണസംഖ്യ ഉണ്ടാകുമ്പോഴും ഇപ്പോഴും നിരവധി ആളുകളാണ് ഉറ്റവരെ കാത്ത് ഇരിക്കുകയും ചെയ്തത്. ഒരുപാട് ആളുകളെ ഈ പ്രദേശത്ത് കാണാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് മലപ്പുറത്ത് ചാലിയാർ പുഴ വരെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം, അത്ര ഭയാനകമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറമുള്ള ഒരു ദുരന്ത ഭൂമിയായി, കണ്ണീർ കടലായി, കേരളത്തിന്റെ ഒന്നായ നോവായി ഈ ഒരു പ്രദേശം ഒന്നാകെ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അതിജീവനം എന്നതാണ് ഇനി ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത്. കാരണം ഒരു പ്രദേശം ഒന്നാകെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, ഒരു പ്രദേശം ഒന്നാകെ ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു. മണ്ണും ചെളിയും അടിഞ്ഞ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു പുനരധിവാസം എന്നതാണ് ഇനി സർക്കാരിനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതുവരെയും നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുക്കാനോ അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും കടക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ മുന്നിൽ രക്ഷാപ്രവർത്തനം മാത്രമാണ് ഉള്ളതെന്നാണ് ഇന്ന് അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്ര വലിയ ഒരു ദുരന്തം, എത്ര വീടുകൾ നഷ്ടമായി, എത്ര ആളുകൾക്ക് ജീവൻ ഹാനിയായി എന്നടക്കമുള്ള കണക്കുകൾ ഇതുവരെയും തിട്ടപ്പെടുത്താനായിട്ടില്ല. അത്ര വലിയൊരു ഭീകരമായ ഒരു ദുരന്തം, പ്രകൃതിയുടെ അത്ര വലിയൊരു കോപം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ വിവിധ ഇടങ്ങളിലായി കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പകർച്ചവ്യാധിയുടെ ഒരു ഭീഷണിയാണ്. കാരണം ഒരുപാട് മണ്ണും അതോടൊപ്പം തന്നെ ചെളിയും എല്ലാം തന്നെ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുമാണ് ഈ ആളുകളെ എല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചത്. ആദ്യം ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി കണ്ടെത്തിയ മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പിന്റെ പ്രവർത്തനം നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 500-ലധികം ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ താമസിപ്പിച്ചിരുന്നു. അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ അതിനിടയിലാണ് പനി വ്യാപിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ വന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റി കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും
അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇനി പകർച്ചവ്യാധികൾ പുറപ്പെടാതിരിക്കാനുള്ള ഒരു കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇന്നത്തെ അവലോകന യോഗത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു. പക്ഷേ എങ്ങനെ ഇത് നടപ്പാക്കുമെന്നതാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് പരമാവധി ആളുകളെ ക്യാമ്പിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് മെഡിക്കൽ ക്യാമ്പും വൈദ്യസഹായവും പൂർണ്ണമായി എത്തിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുന്നിലുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളം ഒന്നാകെ വലിയൊരു കൈത്താങ്ങാണ് ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക്, ഇവിടെയുള്ള ഈ ഒരു പ്രദേശത്തേക്ക് എല്ലാവരും എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അങ്ങ് ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടുകയും കേരളത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് കൃത്യമായ ഉറപ്പ് നൽകി. അത് ഉറപ്പ് മാത്രമല്ല, സൈന്യത്തെ അയച്ചും അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ, കേന്ദ്ര സർക്കാർ കൃത്യമായ രീതിയിൽ കേരളത്തിന്റെ ഈ ദുരന്തം അനുഭവിക്കുന്ന ഈ ഒരു പ്രദേശത്തെ ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇന്ന് മുഖ്യമന്ത്രി അത് തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ കരുത്തായത് സൈന്യത്തിന്റെ ഇടപെടൽ തന്നെയാണ്. ശരവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം, ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം, NDRFന്റെ അടക്കമുള്ള കേന്ദ്ര സേനകളുടെ ഒരു വലിയ ഇടപെടൽ ഈ കൂടുതൽ ആളുകളെ സുരക്ഷിതമായി ജീവനോടെ നിസ്സാര പരിക്കുകളോടെ ഈ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അല്പമെങ്കിലും ഒന്ന് കുറച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ എടുത്തു പറയേണ്ടത്. എന്തായാലും അരുൺ, അത് തന്നെയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെയധികം നിർണായകം തന്നെയാണ്. പുലർച്ചയോടുകൂടി ഒരു രക്ഷാദൗത്യം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ കൂടിയും രക്ഷാദൗത്യത്തെ എത്രയും വേഗം നടപ്പിലാക്കാൻ സാധിക്കുമോ അത്രയും വേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സൈന്യത്തിൻ്റെ നിർണായകമായ ഇടപെടലാണ്. ബെയിലി പാലം രാപ്പകലില്ലാത്ത അധ്വാനത്തിൽ അവർ പടുത്തുയർത്തി. രാവിലെ മുതൽ കൂടുതൽ വാഹനങ്ങൾ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ പുലർച്ചയോടുകൂടി പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അരുൺ കൊടുങ്ങൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.